ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ആ ഹെൽമെറ്റിന് മാത്രം 2 എൻചാൻമെൻ്റ് ആയിട്ടും കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊന്നും എൻചാൻമെൻറ്റ് കൊടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നെന്തായാലും എല്ലാത്തിനും എൻചാൻമെൻറ്റ് കൊടുക്കണം. ഞാൻ കുറച്ച് നേരം AFK നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്രയും നോക്കി നോക്കട്ടെ. സോംബി ഇവിടെ തന്നെ ഉണ്ട്. അയൺ 5 സ്റ്റാക്ക് 47 ഉണ്ട്. അത് കുഴപ്പമില്ല, അത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. ഞാൻ അയണുമായിട്ട് വെപ്പൺ സ്മിത്തിൻ്റെ അടുത്ത് ഒന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ട്. എമറാൾഡ് വാങ്ങിയിട്ടുണ്ട്. അയൺ മൊത്തം ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ട്രേഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ ഈ ഗ്രൈൻഡ് സ്റ്റോണിൽ നിന്ന് എടുത്തിട്ട് താഴത്തോട്ട് വെക്കണം, ഈ പ്ലാങ്ക് പൊട്ടിച്ചിട്ട്. ഓക്കെ, അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എനിക്ക് ട്രാപ്പ് ഡോർ തുറന്ന് ട്രേഡ് ചെയ്യാം. അവിടെ വില്ലേജറില്ലാത്തൊരു സ്ലോട്ടിലോട്ട് നമുക്ക് വില്ലേജറിനാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം കുട്ടികളാന്ന് തോന്നുന്നല്ലോ. ഞാൻ പൊട്ടനാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും അവന്മാരെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിച്ച് ഇത് മൂടിയില്ല. അതാണ് പറ്റിയത്. ഇവന്മാർ 3 കുട്ടികളെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒരുത്തം വലുതായി ഇതിപ്പോൾ ഞാനാണ് സാധനം തട്ടി വിട്ടും പോയി പൊട്ടൻ. 2 പേരെ ഞാൻ തട്ടിക്കളഞ്ഞു. കാരണം അവന്മാർ ഞാൻ പറഞ്ഞാൽ കേട്ടില്ല. അവിടെ ലാസ്റ്റിൻ്റെ ചക്കര ഞാൻ മൈൻകാട്ടിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി അവൻ അവിടെ ഇരുന്ന് 20 മിനിറ്റ് കൊണ്ട് വളർന്ന് വലുതായിക്കോളും. ഈ മണ്ടൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവൻ വളർന്ന് വലുതായിട്ട് ഇവൻ എന്തെങ്കിലുമൊക്കെ എൻചാൻമെൻറ്റ് ബുക്ക് എടുക്കാം നമുക്ക്. ഞാൻ ഇതിനകത്തുള്ള ഷുഗർ കേ മൊത്തം ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഇതിനെ പേപ്പറാക്കി വെക്കാം. അഥവാ എന്തെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് ലോക്ക് ചെയ്യാനുണ്ട്. അതിൽ നല്ല എൻചാൻമെൻറ്റ് കിട്ടിയാൽ ഈ ഒരു മെൻറ്റിങ് ഇങ്ങോട്ട് വാങ്ങാം. എനിക്ക് ഇതെടുത്ത് നമ്മുടെ ഹെൽമെറ്റിലോട്ട് ഇട്ട് അതാകുമ്പോൾ ഇനിയിപ്പോൾ XP കിട്ടുമ്പോൾ ഈ ഒരു ഹെൽമെറ്റ് തിരിച്ച് ഡ്യൂറബിലിറ്റി ഫുൾ ആയിക്കോളും. കുറച്ച് എമറാൾഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ അഥവാ വല്ല എൻചാൻമെൻറ്റ് വന്നാൽ പെട്ടെന്ന് വാങ്ങാം. ചില വില്ലേജേഴ്സിൻ്റെ പേപ്പർ കൊടുത്ത് എമറാൾഡ് വാങ്ങുന്ന ട്രേഡിന് പകരം ഇതായിരിക്കും വരിക, എൻ്റെ ബുക്ക് ഷെൽഫ് വാങ്ങുന്നത്. ഇനിയിപ്പോൾ ഈ അണ്ടർക്കിങ് 3 വാങ്ങിയിട്ട് ഹെൽമെറ്റിലോട്ട് ഇടാകുമ്പോൾ പെട്ടെന്ന് ഡ്യൂറബിലിറ്റി പോകുന്നതിൻ്റെ അത് വാങ്ങാൻ എൻ്റെ ബുക്കില്ല. ബുക്ക് തീർന്ന് ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ ഒരു ബുക്ക് ഷെൽഫ് വാങ്ങിയിട്ട് അതിനെ ബുക്കാക്കാം. അതിങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. അണ്ടർക്കിങ് 3യും കിട്ടി. ഇനിയിപ്പോൾ ഇതടുത്ത് ഹെൽമെറ്റിലോട്ട് ഇട്ടാൽ മതി. ഇതിടാനുള്ള XP ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, ഉണ്ട് 10 XP അതിൻ്റെ ഉണ്ട്. ഇനിയിപ്പോൾ 11 XPയും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യും, മെൻഡിങ് വാങ്ങിയിട്ട് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റിലോട്ട് ഇടാം. ചെസ്റ്റ് പ്ലേറ്റിലോട്ട് ഓക്കെ, അതങ്ങ് മെൻഡേറ്റ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഇതും കൂടി കിടന്നുറങ്ങിയാൽ 200 ദിവസം. കറക്റ്റ് 200 ദിവസം. അങ്ങനെ കൃത്യം മൈൻക്രാഫ്റ്റിൽ 200 ദിവസമായി നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ അയൺ മൊത്തം ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് അവന്മാരെ ട്രേഡ് ചെയ്താൽ എമറാൾഡാക്കാം. മണ്ടം വലുതായി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ലെക്റ്റം വെച്ച് ഇവനെ ജോലി കൊടുത്ത് ഇവനെ കൊണ്ട് എങ്ങനെ നല്ല എൻചാൻമെൻറ്റ് എടുപ്പിക്കണം. എന്തെങ്കിലും നല്ലത് വേണം. അല്ല റിട്ടയർഡാണ് ഞാൻ. എന്തെങ്കിലും ഒരു നല്ല എൻചാൻമെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ ത്രോൺസ് 3 എൻ്റെ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ഞാൻ അറിയാണ്ട് ത്രോൺസ് 3 ഉണ്ടായിരുന്നതിനെ കൊന്നു കളഞ്ഞായിരുന്നു. അതുകൊണ്ട് ഈ ത്രോൺസ് 3 ഞാൻ വാങ്ങുവാണ്. അതങ്ങ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ത്രോൺസ് 3 എടുത്ത് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റിലോട്ടും കൂടി ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഒരു XP ഫാം ഉണ്ടാക്കി വെക്കേണ്ടി വരും. കാരണം XP ഒന്നും ഇല്ല എൻ്റെ ഇപ്പോൾ. നോക്കാം. നമുക്കിപ്പോൾ എൻ്റെ 5 XP ആയി. ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് XP കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. ഉണ്ടാക്കണേ ഞാൻ ഒരു XP ഫാം ഉണ്ടാക്കും. ഒരു അൺബ്രേക്കിംഗ് 3യും കൂടി ഞാൻ വാങ്ങുന്നുണ്ട്. കാരണം ചെസ്റ്റ് പ്ലേറ്റിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ചെസ്റ്റ് പ്ലേറ്റിംഗ് എടുത്ത് അൻവിൽ ഇവിടെ ഇട്ട് അൺബ്രേക്കിംഗ് 3 ഇടാൻ പറ്റിയ ബുക്ക് മാറിപ്പോയി. ഓക്കെ, അൺബ്രേക്കിംഗ് 3 ഇടാൻ വെറും 6 XP അത് എൻ്റെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഇനിയൊരു മണ്ടനെയും കൂടി ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അവനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ലെക്റ്റൺ ഉണ്ടാക്കിയിട്ട് വരണം. അതുകൊണ്ട് അവനെ വെച്ച് നല്ല എൻചാൻമെൻറ്റ് വാങ്ങണം. ആ ലെക്റ്റൺ അങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ തരുന്നത്? ഓക്കെ, ലൂട്ടിങ് 2 വേണ്ട. എൻ്റെ ലൂട്ടിങ് 3 ഉണ്ട്. അതുകൊണ്ട് ഇത് കളയാം. ഇനിയിപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചെയ്തിട്ട് വരാം. എഫിഷ്യൻസി 2 ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ വരെ അപ്ഡേറ്റ്. ആ റെസ്പിറേഷൻ 3 ഇത് വേണം. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിനടി കുറേ നേരം ബ്രീത്ത് ചെയ്യാം. അതിങ്ങ് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങ് എടുത്ത് നമ്മുടെ ഹെൽമെറ്റിലോട്ട് ഇട്ടാൽ മാത്രം മതി. ഇനിയിപ്പോൾ 21 XP ആയാലും നമുക്ക് ഇതിലോട്ട് ഇടാൻ പറ്റുള്ളൂ. അതൊരു പ്രശ്നമാണ്. അടുത്ത മണ്ടനെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവനെ ട്രേഡ് ചെയ്ത് എന്താ കിട്ടിയത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു തരാം. അഥവാ ഇനിയിപ്പോൾ ലെക്റ്റണൊക്കെ വെച്ച് സമയം കളയണ്ട. സ്മൈറ്റ് 5 ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് എടുക്കുകയാണ്. ഷാർപ്നെസ് അപ്പോൾ ഇടാൻ പറ്റില്ല. കുഴപ്പമില്ല. ഷാർപ്നെസ്സിൻ്റെ ഒരു എൻചാൻമെൻറ്റ് ഇതുവരെ കാണിച്ചിട്ടുള്ളൂ എൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ അടുത്ത മണ്ടനെ കൊണ്ടുവന്ന് കയറ്റിടണം. ഇനിയിപ്പോൾ എന്നിട്ട് അവൻ്റെ എന്താ കിട്ടുമെന്നും കൂടി നോക്കണം. ഇവൻ ഫോർച്യൂൺ 3 വെറും 12 എമറാൾഡിന് വരും. മറ്റവൻ എനിക്ക് വരുന്ന എത്ര 50 എത്രയോ ആണ്, 41 41 എമറാൾഡ് വേണം ഫോർച്യൂൺ 3ക്ക്. ഇവനെ കൊന്നേക്കാം. ഞാൻ പുതിയ ആൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എൻചാൻമെൻറ്റ് എത്രയ്ക്ക് പോരാ. ഞാൻ നല്ലൊരു എൻചാൻമെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഫയർ പ്രൊട്ടക്ഷൻ 4 ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഞാനൊരു എഫിഷ്യൻസി 5 വാങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ ആക്സിലോട്ട് ഇട്ടിട്ട് ഞാൻ പോയിട്ട് കുറേ മരം മുറിക്കാൻ പോകണം. അതായത് കുറേ ഞാൻ കുറച്ച് ട്രേഡൊക്കെ ചെയ്തിട്ട് XP ആക്കിയിട്ട് ആ റെസ്പിറേഷൻ 3 കിട്ടിയിട്ടുണ്ട്. ഇനി ഫയർ പ്രൊട്ടക്ഷൻ ആക്കണമെങ്കിൽ എനിക്ക് എന്തായാലും 35 XP വേണം. ഞാൻ എന്തായാലും നെതറിൽ പോയിട്ട് കുറച്ച് ക്വാഡ്സ് മൈൻ ചെയ്യാൻ പോകുന്നു. ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ക്വാഡ്സ് ബ്ലോക്കൊക്കെ മൈൻ ചെയ്തിട്ട് വരാം.
ഞാനാണ് ശ്രീ ബാലൻ. ഇന്നത്തെ സൂര്യനോടുള്ള തള്ള കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോട്ടെ. ഇതെങ്ങനെയുണ്ട്? എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഐഡിയാണ്. ഞാൻ ഇവിടെ മൊത്തം ഫില്ല് ചെയ്ത് ക്വാർട്സ് വെച്ചിട്ട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് വരാം. അത് മൊത്തം പൊട്ടിച്ചെടുത്തപ്പോൾ എൻ്റെ XP 18 ആയിട്ടുണ്ട്. ഞാൻ ഈ അൺബ്രേക്കിംഗ് 3 വാങ്ങിയിട്ട് എൻ്റെ ലെഗിൻസിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ലെഗിൻസ് അങ്ങനെ പെട്ടെന്ന് ഡ്യൂറബിലിറ്റി കുറയൂല, പിന്നെ മെൻഡിങ് ഇട്ടാലും മതിയല്ലോ. ഓക്കെ, സക്സസ്ഫുള്ളി അതങ്ങ് എടുത്തിട്ടുണ്ട്. അത് അൺബ്രേക്കിംഗ് 3 ആക്കിയിട്ടുണ്ട്. ഈ ലെഗിൻസ് ഇങ്ങ് എടുക്കാം. എന്നിട്ട് ഞാൻ പുതിയ ആനുവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് ത്രോൺസ് 3 ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അത് നല്ല XP വേണം. അത് ഞാൻ ഇപ്പം ഇടും. കോബിൾസ്റ്റോൺ കണ്ട, ഞാൻ XP ഫാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് സ്റ്റീക്കൊന്ന് വർക്കട്ടെ. എൻ്റെ പൊട്ടറ്റോ മൊത്തം തീരാറായി. ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തായാലും ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ റീപ്ലേയും കൂടെ ഉണ്ടോ? ഞാൻ മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരാൾ പോലും വന്നിട്ടില്ല. കുറച്ചേരം ഇവിടെ നിന്ന് നോക്കാം, വല്ലവനും വരുമായിരിക്കും തോന്നുന്നു. ഇതേ വന്നിട്ടുണ്ട്. ഒരു സ്കെലട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ചേരം ഇവിടെ AFK കുറച്ച് XP ആക്കാൻ പറ്റും നോക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും പോവാണ്. അടുത്ത എപ്പിസോഡിൽ വരാം. കാരണം എനിക്ക് ഇനിയിപ്പോൾ സമയമായിരിക്കും. താഴെപ്പോയി അത് പോട്ടെ, കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എന്തായാലും അടുത്ത എപ്പിസോഡ് വരാം. ടാറ്റ, ബൈ ബൈ. മോനെ വെയിറ്റ് ചെയ്യും, ഞാനിതാ വരുന്നേ.